എൻ്റെ ഒരു കഷ്ടകാലത്തിന് ഞാനായിരുന്നു ആദ്യം വന്നത്. എൻ്റെ പേര് അവിടെ ദിൽന ജോൺ മുണ്ടഞ്ചേരി എന്ന് ഫസ്റ്റ് എഴുതി വെച്ച സമയത്ത് ഞാൻ തോറ്റ് ചത്ത് എന്നുള്ളൊരു ഇതായിരുന്നു ഉറപ്പായിട്ടും. കാരണം ഞാൻ പാനിക്കായി. അത്രയും വലിയൊരു മണ്ടത്തരം, ഒറ്റ മണ്ടത്തരം കാണിച്ചിട്ടാണ് ഞാൻ എക്സാമിന് ഫെയിലായത്. ഹലോ ഡി വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ സംബന്ധിച്ച് ഒട്ടും ഈസി ആയിരുന്നില്ല ഈ കാര്യം. ബിക്കോസ് ഞാൻ ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടില്ല, ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നിയിട്ടും ഇല്ല. സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം, ജോബ് ചെയ്യണം, ആരെ കൊണ്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്, അവനവൻ്റെ കാര്യം അവനവൻ തന്നെ ചെയ്യണം എന്നുള്ള ബോധ്യം ശക്തമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഡ്രൈവിംഗ് പഠിച്ച് ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഒരു 10-16 വയസ്സുള്ളപ്പോൾ തൊട്ട് ഇതെൻ്റെ മൈൻഡിൽ സേവ്ഡ് ആണ്. ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഒരിക്കലും ട്രൈ ചെയ്യില്ല, എനിക്ക് വേണ്ട എന്ന് ഞാൻ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു 10ാം ക്ലാസ് മുതലുള്ള കാര്യമായിരുന്നു ഡ്രൈവിംഗ്. ഒരു പെൺകുട്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് കണ്ടാൽ പോലും എനിക്ക് ഒരിക്കലും അത് മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അത്രയും പേടി, ആക്സിഡൻസ് കൊണ്ടുണ്ടായ പേടി, ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ട്രോമയായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, വണ്ടി എടുത്തു, അവരവരുടെ കാര്യം നോക്കി പോയിട്ട് പോലും അങ്ങനെ ഒരു സംഭവം ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വണ്ടി ഓടിക്കില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു 2024 അവസാനം അല്ലെങ്കിൽ ഒരു 2025 എനിക്ക് തോന്നി വെറുതെ ഒന്ന് പഠിച്ച് നോക്കാം. കാരണം നമ്മളെല്ലാ കാര്യവും ഈ പേടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമല്ലല്ലോ. അങ്ങനെ 2025 ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷൻ ബോർഡിൽ ആഡ് ചെയ്ത് വെച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ അപ്ലൈ ചെയ്തു. ഇവിടെ എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂളിലാണ് മുസഫ ഉള്ളത്, അവിടെയാണ് പോയി അപ്ലൈ ചെയ്തത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമിറേറ്റ്സ് സൈഡ് കൊണ്ടുപോകണം കേട്ടോ, അതെന്തായാലും നിർബന്ധമാണ്. എന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഐ ടെസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 100 ദിറംസാണ് ചിലവ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഫയൽ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഓൾമോസ്റ്റ് 1300 ദിറംസാണ് വേണ്ടത്. ഫയൽ ഓപ്പണിങ്ങിന് അവർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. ഈ കാര്യങ്ങൾക്കൊക്കെ മെസ്സേജ് വരാനൊക്കെ നമ്മുടെ മെയിൽ ഐഡിയും ഫോൺ നമ്പറും ഒക്കെ ചോദിക്കും. അതോടുകൂടി തന്നെ നമുക്ക് തിയറി ടെസ്റ്റിനുള്ള ക്ലാസ്സിനുള്ള ഡേറ്റും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ തിയറി ടെസ്റ്റിന് മുൻപ് നമ്മളൊരു 2 hours ക്ലാസ് എടുക്കണം. ഒരു തിയറി ക്ലാസ്സാണ്. അത് നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ മലയാളമാണ് എടുത്തത്. ഫയൽ ഓപ്പൺ ചെയ്തതിൻ്റെ പിറ്റത്തെ ആഴ്ചയാണ് എനിക്ക് ക്ലാസ് കിട്ടിയത്. ഒരു രാത്രിയായിരുന്നു, 8 മണിയോ എന്തോ ആയിരുന്നു. അങ്ങനെ നമ്മൾ ക്ലാസ്സിന് പോയി. അവർ 2 hours ഒക്കെ ബ്രീഫ് ചെയ്ത് തന്നു. ഇത് പഠിക്കാനൊരു 8 മൊഡ്യൂളോളം ഉണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു സെമിസ്റ്ററിൽ ഒരു സബ്ജക്റ്റിന് പഠിക്കാനുള്ള അത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അത് ഈ 2 hours കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരൊന്ന് ബ്രീഫ് ചെയ്തിട്ട് തന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നത്. പക്ഷേ നിങ്ങൾ ഈ മൊഡ്യൂൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് പഠിക്കണം, എന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, അത് പഠിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് പിറ്റത്തെ ആഴ്ചയാണ് ടെസ്റ്റ് കിട്ടിയേക്കുന്നത്. നേരെ അടുത്ത ആഴ്ച, ഒറ്റ ആഴ്ച എനിക്ക് സമയമുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ജോബ് സ്വിച്ച് ചെയ്ത ആഴ്ചയും കൂടെയാണ്. അതായത് എനിക്ക് പഠിക്കാനൊന്നും തീരെ സമയമില്ല. രാവിലെ നേരത്തെ എണീറ്റ് 7 o'clock പോകണം. വീട്ടിലെത്തുന്നതും ഒരു 7 മണി 8 മണി ആവും രാത്രി. വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ, പിറ്റേന്ന് ദിവസത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് പഠിക്കാൻ തീരെ സമയമില്ല. പക്ഷേ ഞാൻ ആ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഈ മൊഡ്യൂൾസൊക്കെ നോക്കിയിട്ട്. അതേപോലെ അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്തും ബ്രീഫായിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് പോകായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ നോക്കി പാസ്സാവുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലാതെ പോവുകയാണ്. അപ്പോൾ അന്ന് എക്സാമിന് ചെന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന 2-3 മലയാളീസ് പറഞ്ഞു അവർ ഓൾറെഡി 1 month ബ്രേക്ക് എടുത്തിട്ടാണ് ഈ എക്സാമിന് വന്നേക്കുന്നത്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഫയൽ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് പിറ്റത്തെ ആഴ്ച 2 ആഴ്ചയുടെ ഗ്യാപ്പിൽ എനിക്ക് ഡേറ്റും കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു എന്തിനാ എത്ര പെട്ടെന്ന് എടുത്തത്, പഠിക്കാനൊന്നും സമയം കിട്ടിയില്ലല്ലോ, 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് സമാധാനം പോലെ പഠിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് വന്നാൽ പോരെ, ഇനി എന്തെങ്കിലും ആവട്ടെ, എക്സാം എഴുതാമെന്ന് കരുതി. അപ്പോൾ അവിടെ എങ്ങനെയാണ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ടേബിളാണ്. ഓരോന്നിനും മുൻപിലും ടാബ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ തരും. അത് മലയാളത്തിൽ അവർ ബ്രീഫ് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ ആ ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അങ്ങനെ 45 ചോദ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിൽ 40 മാർക്ക് കിട്ടി, പാസ്സായി. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം പാർക്കിംഗ് ഉണ്ട്. ഈ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് 2 തരത്തിലാണ് നമുക്ക് UAE എടുക്കാൻ പറ്റുന്നത്. ഒന്ന് ഗോൾഡൻ ചാൻസ്, രണ്ടാമത് നമ്മൾ ഈ എല്ലാ പ്രൊസീജിയേഴ്സും പാസ്സാവണം. ഗോൾഡൻ ചാൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഓൾറെഡി ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇവിടെ പാർക്കിംഗ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഈ തിയറി ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റോഡ് ടെസ്റ്റിലേക്ക് കയറാം. റോഡ് ടെസ്റ്റിലൊരു ലെസ് ദാൻ 10 hours പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവർക്ക് ഈ റോഡ് ടെസ്റ്റ് എന്നുള്ള സംഭവത്തിലേക്ക് അപ്ലൈ ചെയ്യാം. അത് പാസ്സായി കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും. എന്നെ പോലെയുള്ള നാട്ടിൽ ലൈസൻസ് ഇല്ലാത്ത ആളുകളാണ് ഈ A to Z കാര്യങ്ങൾ ചെയ്യേണ്ടത്. പാർക്കിംഗ് പാസ്സാവണം. പാർക്കിങ്ങിന് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. പാർക്കിംഗ് പാസ്സാവുക ഇൻ ദ സെൻസ് 8 ക്ലാസ് ഉണ്ട്, 8 hours ക്ലാസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു റിഫ്രഷ്മെൻറ്റ് ക്ലാസ് ഉണ്ട്, പാർക്കിങ്ങിൻ്റെ എക്സാമും ഉണ്ട്.
ഇത് ഗോൾഡൻ ചാൻസുകാർക്കില്ല. അപ്പോഴാണ് എനിക്ക് ആലോചിച്ചത്, ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നാട്ടിൽ നിന്നൊക്കെ ലൈസൻസ് എടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ വന്നിട്ട് ഈ പാർക്കിംഗ് ടെസ്റ്റും പഠിക്കേണ്ട, പാർക്കിങ്ങിൻ്റെ എക്സാമും അപ്ലൈ ചെയ്യേണ്ട, ഇത്രയും പൈസയും ചിലവാവില്ലായിരുന്നു. അപ്പോൾ ഈ തിയറി ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്യണം. അത് നമ്മൾ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യണം കേട്ടോ. എനിക്ക് ഈ സെപ്റ്റംബറിൽ തിയറി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സ്ലോട്ട് കിട്ടണേ ഇല്ല. നമ്മളിരുന്ന് തപ്പി കണ്ടുപിടിച്ചിരുന്ന് ചെയ്യണം. 1 മണിക്കൂർ ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഒക്ടോബറിൽ നമ്മൾ നാട്ടിൽ പോയി വന്നു. അപ്പോൾ 1 മന്ത് ഓൾമോസ്റ്റ് 20 ഡേയ്സോളം നമുക്ക് ക്ലാസ്സിന് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നവംബറിലാണ് പിന്നെ എൻ്റെ പാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 3200 ദിറംസാണ് നമ്മൾ പേ ചെയ്യേണ്ടത് പാർക്കിംഗ് ഫീ ആയിട്ട്. അതിന് നമുക്കുള്ളത് 8 ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു റിഫ്രഷ്മെൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ എക്സാമും ഉണ്ട്. ഡിസംബർ ആദ്യത്തോടു കൂടിയാണ് എൻ്റെ പാർക്കിംഗ് കഴിയുന്നത്. അതായത് ഇത്രയും ഗ്യാപ്പ് വന്നു. ഓരോ ക്ലാസ് കഴിയുമ്പോഴും പിന്നെ കിട്ടുന്നത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാത്ത ഒരാൾ, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ അറിയാത്ത ആൾ, ഹാൻഡ് ബ്രേക്ക് എവിടെയാണെന്ന് അറിയാത്ത ആൾ, എങ്ങനെ സഡൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയാത്ത ആൾ, ഹസാർഡ് ലൈറ്റ് എവിടെയാണെന്ന് അറിയാത്ത ആൾ, എന്നെ സംബന്ധിച്ച് എല്ലാം പുതിയതാണ്. പക്ഷേ പാർക്കിങ്ങിന് കയറി ഓരോ ദിവസവും ഓരോ ഇൻസ്ട്രക്ടർ ആയിരിക്കും കേട്ടോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആദ്യത്തെ ക്ലാസ് വെൻ വെൽ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വന്ന സമയത്ത്, രണ്ടാമത്തെ ദിവസത്തിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ആ ഇൻസ്ട്രക്ടർ നമ്മളെ തീരെ ഒന്ന് ഭയങ്കര ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് കുറച്ചും കൂടിയും ഹാർഷായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ മേ ബി ഞാൻ ഈ അറ്റംപ്റ്റ് തന്നെ വേണ്ടാന്ന് വെച്ചേനെ. ആ ക്ലാസ് എങ്ങനെയും കഴിഞ്ഞാൽ മതി, എനിക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണെന്ന് അവർ അത്രയും ഇൻസൾട്ട് ചെയ്ത് വിട്ടത്. 3ാമത്തെ ക്ലാസ്സിന് വന്ന സാറ് മലയാളിയായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞത് 2ാമത്തെ ക്ലാസ്സിൻ്റെ ആൾ വെരി വീക്ക് എന്നാണ് എന്നെ പറ്റിയുള്ള ഒപ്പീനിയൻ ആ ടാബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചത്. അത് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ ഓരോ ക്ലാസ് കഴിയുമ്പോഴും. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഗോൾഡൻ ചാൻസ് അല്ല, പാർക്കിങ്ങിന് പഠിക്കുന്ന ഒരാൾ വണ്ടിയെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണെന്ന് അവർക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് അവർ വിചാരിക്കുക, ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും, ആ പേടി അങ്ങ് പോകും എന്നൊക്കെയാണ് അവർ വിചാരിക്കുക. നമ്മൾ അങ്ങോട്ട് പേ ചെയ്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവരുടെ ഈ ഇൻസൾട്ടും ഇവരുടെ ഈ സ്വഭാവ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം മോശമായിട്ടുള്ള കാര്യമാണ്. പണ്ട് സ്കൂളിലൊക്കെ ചില ടീച്ചേഴ്സൊക്കെ സ്റ്റുഡൻസിനോട് പെരുമാറുന്ന കണ്ടിട്ടില്ല. അവരുടെ ഫ്രസ്ട്രേഷനൊക്കെ ഈ കാശ് കൊടുത്ത് പഠിക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ സ്റ്റുഡൻസിലാണ് തീർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതെന്നെ കൊണ്ട് പറ്റും തോന്നണില്ല, പറയുന്ന കാര്യത്തിനൊക്കെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊട്ടും സെറ്റല്ല എന്ന് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആ സ്ലോട്ട് എടുത്ത സമയത്ത് ആ ആൾ ഉണ്ടാവല്ലേ എൻ്റെ 8 ക്ലാസ്സിലൊന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ലക്കിലി ആൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 4 ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒരു മലയാളി, അവരൊരു ലേഡിയാണ്, അവരും ഇതേപോലെ ഭയങ്കര മോശമായിട്ട് ലിറ്ററലി ഷെയിം ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു. ഇത്രയും പേടിച്ച് ചെയ്യുന്ന ഒരാളാണ്, നാട്ടിൽ ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ്, ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്, അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എന്നെ പോലെ അല്ലാത്ത വേറൊരാളുണ്ടെങ്കിൽ ഇവരെ ഷെയിമിങ് ഒക്കെ കേട്ടിട്ട് ആ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം കിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ലൈഫ് ലോങ് ഉള്ളൊരു ട്രോമയ്ക്ക് ഒരു വ്യക്തി കാരണമാവാന്നൊക്കെ പറയുമ്പോൾ അതെന്തൊരു മോശമായിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ എൻ്റെ 4 ക്ലാസ് കഴിഞ്ഞു. ഞാൻ ഓരോ ദിവസവും പാർക്കിങ്ങിന് പേടിച്ചിട്ടാണ് പോകണം. എനിക്കിവർ പറയുന്നത് മനസ്സിലാവുന്നില്ല, എനിക്കത് മനസ്സിലാക്കാനുള്ള ഒരു ഗ്യാപ്പ് തരുന്നില്ല. എൻ്റെ ഇടയിൽ ഇവരുടെ ഫ്രസ്ട്രേഷനും 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവർക്ക് ദേഷ്യം വന്നിട്ട് ഇവർ പിന്നെ നമ്മൾ ചോദിക്കുന്ന ഡൗട്ട്സിനൊന്നും ഇവർ ആൻസർ ചെയ്യുന്നില്ല. അങ്ങനെ 4 ക്ലാസ് കഴിഞ്ഞു. ലക്കിലി എൻ്റെ എന്തോ ടെൻഷൻ കാരണമാണോ പ്രാർത്ഥന കാരണമാണോ അത് കഴിഞ്ഞ് വന്നതെല്ലാം എനിക്ക് നല്ല ഇൻസ്ട്രക്ടേഴ്സ് ആയിരുന്നു. ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒരു ക്ലാസ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ മാത്രം വണ്ടിയിലായി, നമുക്ക് മാത്രം സ്വന്തമായിട്ട് പാർക്ക് ചെയ്ത് പഠിക്കാം എന്നുള്ള രീതിയിലായി. ആ ഇതിൽ ഞാൻ അത്യാവശ്യം എനിക്ക് ഒരു കോൺഫിഡൻസ് തോന്നി. സ്വന്തമായിട്ട് വേറെ ആരും നമ്മുടെ അടുത്തില്ലാതെ നമ്മൾ വണ്ടിയിലിരുന്ന് പാർക്കിങ്ങിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ മെയിനായിട്ട് നമ്മളന്ന് പഠിച്ചത് ഫോർവേഡ് പാർക്കിങ്ങും പാരലൽ പാർക്കിങ്ങും 90 ഡിഗ്രി പാർക്കിങ്ങും ഒക്കെ ആയിരുന്നു. അതായത് ഫോർവേഡ് റിവേഴ്സ് രണ്ടും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കോൺസ് വെച്ചിട്ടുണ്ടാകും. അതിനനുസരിച്ച് ഇത്ര ആംഗിളിൽ വരുമ്പോൾ ഇത്ര റൊട്ടേറ്റ് ചെയ്യുക, ഫുൾ റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് സ്ട്രൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എനിക്കൊരു വിഷ്വലൈസ് ചെയ്തൊരു ഐഡിയ ഉണ്ടാക്കി. അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ ക്ലാസ് മുഴുവൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് മുന്നേ ചെയ്ത് നോക്കുകയാണ് നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി. എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു, എക്സാം ആണല്ലോ. എൻ്റെ എക്സാം ഡേ വന്നു. ഒരു ദിവസം രാവിലെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ചോദിക്കുക. ഫോർ എക്സാമ്പിൾ 90 ഡിഗ്രി ഫോർവേഡ് ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ പാരലൽ പാർക്കിംഗ് റിവേഴ്സ് ചോദിക്കുമായിരിക്കും. ഇതെല്ലാം ചെയ്യിപ്പിക്കുമെന്ന് വിചാരിച്ചില്ല. അവിടെ ചെന്ന് അവർ വണ്ടി അതാണ്, അടുത്ത് ആദ്യം 90 ഡിഗ്രി ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് പാസ്സാന്ന് പറയും. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ്
ഫോർവേഡ് പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ് അല്ലേ, പാരലൽ പാർക്കിങ്ങും ഇതേപോലെ വണ്ടി എടുത്ത് ചെയ്തോളാൻ പറഞ്ഞു. ലിറ്ററലി 4 ചെയ്യാൻ പറഞ്ഞു. നന്നായിട്ട് തന്നെ ചെയ്തു. അത് അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും കേട്ടോ പാസ്സായിരുന്നു. യെസ്, പാസ്സായി, പൊക്കോളാൻ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുറേ പേരൊക്കെ പറയുമായിരുന്നു പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ടഫാണ്. എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നതിൽ 2-3 വട്ടം ഫെയിലായവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ പാനിക്കാവുന്ന കൂട്ടത്തിലാണ്. എന്തെങ്കിലും കാര്യമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യം കൂടെ ഞാൻ കൊണ്ടുപോയി തെറ്റിച്ച് വെക്കും. ആ കൂട്ടത്തിലാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഒരു സമയം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അത് പാസ്സായി. ഈ പാർക്കിംഗ് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ച് പറയണത് ഇങ്ങനെ ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു, തിയറി പാസ്സായി, പാർക്കിംഗ് ക്ലാസ് കഴിഞ്ഞു, പാർക്കിങ്ങും പാസ്സായി, ഇനി റോഡ് ടെസ്റ്റ് ആണെന്ന്. അവൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതുവരെ ഞാൻ വീട്ടിലും പറഞ്ഞിട്ടില്ല കേട്ടോ. വീട്ടിൽ ഈ കഥകളും ഈ പരിപാടിയും ഒന്നും അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ റോഡ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. റോഡ് ടെസ്റ്റിന് മാക്സിമം ഒരു 10-20 ക്ലാസ്സൊക്കെ എടുക്കുകയാണ്, അതായത് 20 മണിക്കൂർ കേട്ടോ എടുക്കുകയാണ് നല്ലത്. അത് കഴിഞ്ഞ് നമ്മളൊരു ടെസ്റ്റ്, ഇപ്പോൾ നമുക്ക് ഒരു ഡേറ്റ് എടുക്കുക, അന്ന് പോയി അപ്പയർ ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെയും അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പഠിപ്പിച്ച ഒരു ഇൻസ്ട്രക്ടറുണ്ട്, ഒരു മാഷുണ്ട്. ആളുടെ പേര് ഷാഫി എന്നാണ്. ആൾ മലപ്പുറത്താണ് കേട്ടോ. അപ്പോൾ പുള്ളിയാണ് എന്നെയും പഠിപ്പിച്ചത്. ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ അധികം തിരക്കില്ലാത്ത, തീരെ തിരക്കില്ലാത്ത, ലിറ്ററലി 1 വണ്ടി 2 വണ്ടിയൊക്കെ പോകുന്ന എന്നാൽ കുറേ റൗണ്ട് അബൌട്ട്സ് ഉള്ള ഒരു ഏരിയ കണ്ടെത്തി, അബുദാബി തന്നെ, മുസഫ തന്നെ. എന്നിട്ട് ആൾ നമ്മളെ പഠിപ്പിച്ചു. അന്ന് തന്നെ നമുക്കൊരു സ്റ്റുഡൻറ് കാർഡും കിട്ടി. ആ സ്റ്റുഡൻറ് കാർഡിലാണ് നമ്മുടെ ട്രാഫിക് നമ്പറൊക്കെ ഉള്ളത്. അങ്ങനെ ആദ്യത്തെ 2 ദിവസം കുറച്ച് തിരക്കില്ലാത്ത സ്ഥലത്തൊക്കെ ഓടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് തിരക്കുള്ള വണ്ടികളൊക്കെ വരുന്ന സ്ഥലത്ത് ഓടിച്ചു തുടങ്ങി. അപ്പോൾ കൂടുതലും ഞാൻ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് 6:30 വരെ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അബുദാബി പോയി, മുസഫ പോയി, ഈ 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് ആ സമയത്തൊക്കെ വീട്ടിലെത്തുന്നത് 10 മണിക്കൊക്കെയാണ്. പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ജോലിക്ക് പോകണം. പിന്നെ ശനി ഞായറൊക്കെ നമ്മൾ അഡീഷണലി അവേഴ്സ് എടുക്കുമായിരുന്നു. 15 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ക്ലാസ്സിന് എക്സാമിന് ഒരു 2-3 ദിവസം കൂടെ ബാക്കിയുണ്ട്. അപ്പം ഞാൻ കരുതി ഒരു 20 ക്ലാസ് അല്ലെങ്കിൽ ഒരു 20 ക്ലാസ്സോളം എക്സാമിൻ്റെ അന്ന് വരെ എടുത്തേക്കാം എന്ന് കരുതി. കാരണം എത്ര ക്ലാസ് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, കുറച്ച് കോൺഫിഡൻ്റ് ആവുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾക്ക് ഡേറ്റ് വന്നത് ഡിസംബർ 30-നാണ്. അതായത് 2 ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്, പിറ്റേ ദിവസം ന്യൂ ഇയർ ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഇത്ര വേഗം എടുക്കണോ, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ. പിന്നെ കരുതി കുഴപ്പമില്ല, നമ്മൾ ഫേസ് ചെയ്യുക, ഇത്രയും പേടിയുള്ളൊരു കാര്യമല്ലേ എന്ന് കരുതി അങ്ങനെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ദിവസവും പ്രാക്ടീസ് ചെയ്ത്, ലിറ്ററലി എല്ലാ ദിവസവും ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പഠിച്ച് കുറച്ച് കോൺഫിഡൻ്റ് ആയി. നമ്മുടെ തെറ്റുകളൊക്കെ വളരെ ജെൻറ്റിലായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു എന്നെ പഠിപ്പിച്ച സാറ് ഷാഫി എന്ന് പറഞ്ഞ ആൾ. തീരെ ഇൻസൾട്ട് ചെയ്യാതെ, ഒരു പക്ഷേ ആൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് ഡീമോട്ടിവേറ്റ് ചെയ്ത് ഷൗട്ട് ചെയ്യുന്നൊക്കെ ഒരാളാണെങ്കിൽ മേ ബി എനിക്ക് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്ന് വരില്ല. പക്ഷെ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓരോ കാര്യം കേട്ടോ വളരെ ക്ലിയർ ആയിട്ട് പേഷ്യൻസോടെ, അതായത് ഒന്നും അറിയാത്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള അത്രയും മണ്ടത്തരങ്ങൾ കാണിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ പുള്ളി ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിപ്പിച്ചു തന്നു കേട്ടോ. ഓരോ ക്ലാസ്സിലും നമുക്ക് 65 ദിറംസാണ് വേണ്ടി വന്നത്. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് 24 ക്ലാസ് എടുത്തു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന് മുന്നേ കേട്ടോ. 20 ക്ലാസ് 15 ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കോൺഫിഡൻ്റ് ആയി. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് തെറ്റുകളൊക്കെ വന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി ക്ലാസ് എടുത്തു. അങ്ങനെ ഡിസംബർ 31 നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്തു. എക്സാമിന് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും അവേഴ്സ് ക്ലാസ് എടുത്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഈ ഇൻസ്ട്രക്ടർ നമുക്ക് തരണം. ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് 90 ദിറംസും അതേപോലെ നമ്മൾ ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി 250 ദിറംസും ആണ് ചിലവ് വരുന്നത്. അങ്ങനെ ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്തു. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു ആദ്യത്തെ ആളാവാതിരിക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ ട്രാഫിക് ഓഫീസിലെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പുറത്തേക്ക് പോകണം. അപ്പോൾ അത് കുറച്ച് ഒരു ടാസ്ക്കാണ്. ഡ്രൈവ് ഇപ്പോൾ പുറത്തെവിടെയാണെങ്കിൽ റൗണ്ട് അബൌട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറയണം, എമർജൻസി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ ആളാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആദ്യമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കതൊരു കൺഫ്യൂഷനാണ്, പാനിക്കായി പോകുന്നത്. എൻ്റെ ഒരു കഷ്ടകാലത്തിന് ഞാനായിരുന്നു ആദ്യം വന്നത്. എൻ്റെ പേര് അവിടെ ദിൽന ജോൺ മുണ്ടഞ്ചേരി എന്ന് ഫസ്റ്റ് എഴുതി വെച്ച സമയത്ത് ഞാൻ തോറ്റ് ചത്ത് എന്നുള്ളൊരു ഇതായിരുന്നു ഉറപ്പായിട്ടും. കാരണം ഞാൻ പാനിക്കായി. എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു തീർന്നു, ദൈവമേ എൻ്റെ ന്യൂ ഇയറിലോട്ട് ഞാൻ കയറുന്നത് തോറ്റിട്ടായിരിക്കുമല്ലോ എന്നുള്ളൊരു ആദ്യമേ ഞാൻ തീരുമാനിച്ചു. ആ ഒരു പ്രെജുഡിസ് മൈൻഡോട് കൂടി തന്നെയാണ് കയറിയത്. ആ പാനിക്കായിട്ട് ഞാൻ കാണിച്ച മണ്ടത്തരം ലോകത്ത് ഒരു മനുഷ്യനും കാണിക്കാത്തൊരു മണ്ടത്തരമായിരുന്നു. അത് ഞാൻ പറയണില്ല, എൻ്റെ ഒരു ഇത് കാരണം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞുതരാം കേട്ടോ. അത് ഫെയിലായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഞാൻ ഫെയിലാവുമെന്ന്. പക്ഷെ ഭയങ്കര വിഷമമായിരുന്നു അന്ന്. വിഷമം ഇൻ ദ സെൻസ് പൊരുതി തോറ്റു എന്നുള്ള രീതിയിലല്ല, മണ്ടത്തരം കാട്ടി തോറ്റല്ലോ തമ്പുരാനെ എന്നുള്ളൊരു നമുക്ക് സ്വയം ഒരു പുച്ഛം തോന്നില്ലേ, അങ്ങനെയായിരുന്നു. അതും പോരാത്തതിന് 2026 കയറേണ്ടത് തോറ്റിട്ടാണല്ലോ ഈശ്വര, എൻ്റെ ഈ വരണ ഇയർ മൊത്തം തോൽവിയായിരിക്കുമല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ രണ്ടാമത് നമ്മൾ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 6 മണിക്കൂർ പഠിച്ചാൽ മതി. ജനുവരി 14-നായിരുന്നു എൻ്റെ എക്സാം.
അപ്പം നമ്മൾ കരുതി ആ ഒരു ദിവസത്തിനോടനുബന്ധിച്ച് പോയാൽ മതിയെന്ന്. ഈ എക്സാമിന് ഒരു 2 ദിവസം മുൻപ് വീണ്ടും നമ്മൾ പോയി വണ്ടിയൊക്കെ ഓടിച്ചു. ആദ്യത്തെ ദിവസം ഭയങ്കര അലമ്പായിരുന്നു, പാനിക്കായിട്ടും പേടിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മറന്നിട്ടൊക്കെ കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോൾ ഷാഫി പറഞ്ഞു, ദൈവമേ ഇത് ഇങ്ങനെയായി ശരിയാവില്ലല്ലോ, ഇത് കുറച്ച് ഒന്ന് തെറ്റിക്കാതെ നോക്കും, ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ, 3ാമത്തെ എക്സാമാണ്, അപ്പോൾ ഇങ്ങനെ തെറ്റിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പുള്ളിയുടെ ഒരു ടെൻഷൻ ഞാനായിട്ട് പങ്കുവെച്ചു. ഞാനാണെങ്കിൽ ഇവിടെ അതിൻ്റെ അപ്പുറം പേടിയിലിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് കുറച്ച് കുഴപ്പമില്ല, നാളെ എക്സാം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഷിഹാബ് എന്നോട് പറഞ്ഞു, നീ ടെൻഷനാണെങ്കിൽ നിനക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് മാറ്റി വെക്കാം, നെക്സ്റ്റ് വീക്കിലേക്ക് എടുക്കാം. അപ്പോൾ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, ഇന്ന് തന്നെ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ എത്ര ഇതൊന്നും ഒളിച്ചോടി പോകും, ഇതെന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ 14th നമ്മൾ വീണ്ടും പതിവ് പോലെ 10:15 എക്സാം. എനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ കയ്യും കാലം വിറച്ചിട്ട് എനിക്ക് ശ്വാസം വരുന്നില്ല. എൻ്റെ മുഖമൊക്കെ ഷിഹാബ് ഇവിടെ തൊട്ടിട്ട് എന്തൊരു തണുപ്പാന്നുള്ള രീതിയിലായിരുന്നു. ഡീപ് ബ്രീത്ത് എടുത്തെടുത്തെടുത്ത് ഞാൻ മടുത്ത്. 91ാം സങ്കീർത്തനം ഞാനൊരു 20 തവണയല്ല ചെല്ലിയത്, അത്രയും തവണ ചെല്ലിയിട്ട് ഞാനിങ്ങനെ പോയി. എൻ്റെ പേരല്ല ആദ്യം, അവർ നെയിം ക്രോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് 5th ആണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, റൂട്ട് അറിയാം എക്സാമിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും റൗണ്ട് അബൌട്ട് ആയിരിക്കും, അവിടെ ചെല്ലുമ്പോഴായിരിക്കും എന്നോട് പറയുക. അപ്പോൾ ഒരു ഏകദേശം കണക്ക് കിട്ടി. കാരണം ജസ്റ്റ് ഒന്നെടുത്ത് ഒരു 1 minute ഇല്ല, ഒന്നങ്ങ് കൊണ്ട് വെച്ചാൽ മതി റോഡ് ടെസ്റ്റിന്. അപ്പോൾ എൻ്റെ ഏകദേശം ഏരിയ എനിക്ക് മനസ്സിലായി ഇവിടെ ആയിരിക്കുന്നു. അപ്പോൾ വീണ്ടും പറയട്ടെ, 2ാമത് നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ 5 ക്ലാസ്സാണ് ഞാൻ എടുത്തത്. 65 × 5 അവിടെ ഒരു 325 ദിറംസ് നമുക്ക് ചിലവായി. അതുകൂടാതെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ 250 ദിറംസും പിന്നെ നമുക്ക് 90 ദിറംസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, അതായത് ഇത്ര മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടും. അങ്ങനെ എൻ്റെ പേര് വന്നു. ഞാൻ മറ്റേ പിതാവിനും പുത്രനൊക്കെ വെച്ച് തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്നൊക്കെ വിചാരിച്ച് നേരെ പോയി SMS എന്നുള്ള കാര്യം, സീറ്റ്, മിറർ, സീറ്റ് ബെൽറ്റ്, ഈ 3 കാര്യമാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് ആ ഓർഡറിൽ തന്നെ ചെയ്ത് നേരെ വണ്ടിയെടുത്ത് അവർ പറഞ്ഞ പോലെ തന്നെ പോയി ചെയ്ത്. പിന്നെ അവരെന്നോട് പറഞ്ഞു എമർജൻസി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു സ്വർഗത്തിൽ ചെന്ന ഫീലായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. ഹസ്ബൻഡ് വന്നതിനെ പിക്ക് ചെയ്തു. മെസ്സേജ് വരുന്നേ ഇല്ല. പാസ്സായി കഴിഞ്ഞാൽ ഡോറ് തുറന്നടക്കുമ്പോഴേക്കും മെസ്സേജ് വരുമെന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു. പക്ഷേ എനിക്ക് മെസ്സേജ് വരുന്നേ ഇല്ല. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, കുഴപ്പമില്ല, ഫെയിൽ ആവുമായിരിക്കും. ഇതൊക്കെ ഒരു ലോക അവസാനമൊന്നും അല്ലല്ലോ, നമ്മൾ വീണ്ടും അപ്പിയർ ചെയ്യും, കുഴപ്പമൊന്നുമില്ല, കുറച്ച് പൈസ പോകുന്നല്ലേ ഉള്ളൂ, അത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതിപ്പോൾ എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലോ, സാരമില്ല, നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്നെ ഈ വീട്ടിലേക്കുള്ള റിട്ടേൺ ജേണിയിൽ ഇവൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നമ്മൾ വീണ്ടും അപ്പിയർ ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 1 hourന് ശേഷമാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. ഞാനപ്പോൾ ഫോൺ നോക്കണേ ഇല്ല, ഇനി ഞാൻ നോക്കില്ല എന്നുള്ള രീതിയിൽ കമത്തി വെച്ചേക്കുക ഫോൺ. പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ പാസ് എന്ന് കണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് ഈ ലിങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ് ഇവിടെ അടുത്ത്. അയ്യോ, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, കുറേ നാളായി ജീവിതത്തിൽ ഇങ്ങനെ ഒരു മൊമെൻ്റൊക്കെ ലൈഫിൽ കിട്ടിയിട്ട്, കുറേ നാളായി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി. അങ്ങനെ പാസ്സായി എന്നുള്ള ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. മേ ബി എന്തെങ്കിലും തെറ്റ് നമ്മൾ അറിയാതെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ പാസ്സായി എന്ന് പറഞ്ഞ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പഠിപ്പിച്ച ആളുണ്ടല്ലോ ഷാഫി, ആളെ വിളിച്ച് പറഞ്ഞു, ആൾക്കും സന്തോഷമായി. നേരെ വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ വീട്ടുകാരുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അതാണ് മെയിനായിട്ട് കേട്ടോ. പപ്പേനെ വിളിക്കുക, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഉദ്ദേശിക്കുന്ന ആ കാര്യമല്ല, അത് വേറൊരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരിക്കലും ഗസ് ചെയ്യുന്നില്ല. കാരണം എന്നെപ്പോലൊരു പേടിത്തൊണ്ടി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് നല്ലപോലെ അറിയുന്ന കാര്യം പാസ്സായിട്ടാണ് വിളിക്കുന്നത്. അവർക്ക് അറിയേയില്ല ഒരു 4 മാസത്തോളം ഞാനിതിന് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് അറിയേയില്ല. പക്ഷേ അത് വിളിച്ചു പറഞ്ഞ സമയത്ത് പപ്പയും അമ്മയും എൻ്റെ കൊച്ചേ നീ ഇത് എന്താ വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ സിസ്റ്ററിനെ വിളിച്ചു, ഷിഹാബിൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് എല്ലാവരോടും പറഞ്ഞ് എല്ലാവർക്കും ലിറ്ററലി ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ടോട്ടലി ഇതിന് ചിലവ് വന്നത് എങ്ങനെയാണെന്നറിയാമോ? ടോട്ടൽ എനിക്ക് 7200 ദിറംസാണ് ചിലവ് വന്നത്. നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 1.5-1.25 ലക്ഷത്തോളം രൂപ വന്നു. നാട്ടിൽ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പാർക്കിംഗ് ടെസ്റ്റിന് തന്നെ 3200 ദിറംസോളം ചിലവ് വന്നു. അത് നാട്ടിൽ ലൈസൻസ് ഉണ്ട്, ഗോൾഡൻ ചാൻസ് ആണ് ഇവിടെ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഈ പാർക്കിങ്ങിൻ്റെ ഫീ വേണ്ട. പിന്നെ ഞാൻ ഒരു തവണ ഫെയിൽ ആവുകയും ചെയ്തല്ലോ, അപ്പോൾ അഡീഷണലി ഒരു 600 ദിറംസോളം ചിലവും വന്നു, അത്രയേ ഉള്ളൂ. അതർവൈസ് ഒരു 10,000 ഒരു 10,000-4,000 ദിറംസിൻ്റെ ഉള്ളിൽ ഇത് നിൽക്കേണ്ടതാണ്. എനിക്ക് നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ചിലവ് വന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യം ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ചെയ്തിട്ട് സക്സസ് ആയി വരുമ്പോൾ ഒരു കിക്ക് ഉണ്ടല്ലോ, എനിക്ക് പറ്റും ഇതെനിക്ക് പറ്റില്ല എന്ന് ആരോ പറഞ്ഞേ എന്നുള്ളത് കുറച്ചും കൂടി നേരത്തെ ആവായിരുന്നു എന്ന് തോന്നുന്ന ആ ഒരു തോന്നലില്ലേ, ആ തോന്നലിൻ്റെ പുറത്താണ് ശരിക്കും നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ടേക്ക് പോണത്. ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പറ്റില്ല എന്നുള്ള കാര്യം ചെയ്ത് കാണിച്ച് സക്സസ് ആകുമ്പോഴാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ആൻഡ് താങ്ക് യു.